ദൈവത്തിന് സ്തോത്രം. ഇന്ന് വീണ്ടും ഒരിക്കലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാനും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും നമുക്ക് കർത്താവ് ഇടയാക്കിയ അവൻ്റെ വലിയ കൃപയ്ക്കായി ഞാൻ കർത്താവിന് നന്ദി കരയേറ്റുന്നു. നമ്മളൊരു പ്രത്യേകമായ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നാം വ്യത്യസ്തരാവുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. വ്യത്യസ്തരാവുക, ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ എന്നുള്ളത് നമ്മൾ ഒരിക്കലും മാറ്റാൻ കഴിയാത്തതായ ഒരു ഉപദേശമായിട്ട് തന്നെ നമ്മളത് എടുത്തേ പറ്റുള്ളൂ. ഞാനത് പറയാൻ കാര്യം, പലപ്പോഴും നമ്മളിന്ന് പരിശ്രമിക്കുന്നത് കോംപ്രമൈസ് ചെയ്യാനാണ്, ഒത്തുതീർപ്പുകളാണ്. പക്ഷേ ഒത്തുതീർപ്പുകൾ ഇല്ലാത്തതാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സമ്പൂർണ്ണമായും നമ്മളിതൊരു വേർപെട്ട ജീവിതമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ച കാര്യം അതാണ്. വി ആർ ഡിഫറൻറ്റ്. നമ്മൾ വ്യത്യസ്തരാണ്. നമ്മൾ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരാണ്. നമ്മൾ വിശ്വാസികളെന്ന് പറയുന്നവർ തന്നെ ലോകത്തിൻ്റെ പിന്നാലെ പോയാൽ അവരിൽ നിന്നും നമ്മൾ വ്യത്യസ്തരാണ് തന്നെയല്ല, അവരെ വിട്ടൊഴിയുക എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മൾ വേർപാടിൻ്റെ ഉപദേശം, നമ്മൾ കേൾക്കുന്നതായ വേർപാടിൻ്റെ ഉപദേശം അതാണ്. ദൈവത്തിൻ്റെ വിളി കേട്ടവരൊക്കെ അവരുടെ കാലയളവിൽ വ്യത്യസ്തരായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ പഠിച്ചതായ ഒരു കാര്യം. അത് വ്യത്യസ്തരാകണമെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ അറിയണം. നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള നല്ല ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അലക്സാണ്ടർ രാജകുമാരനോട് ഫിലിപ്പ് രാജാവ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അവിടെ പറഞ്ഞത്, ഒന്ന്, നീ ഈ കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നീ ആരാണെന്നും നീ ആരാകാനുള്ളവനാണെന്നും നീ ഓർക്കണം. അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഞാനിപ്പോൾ ആരാണ്? അലക്സാണ്ടറിനോട് ഫിലിപ്പ് രാജാവ് പറയുന്നത്, നീ രാജകുമാരനാണ്, അത് നീ ഓർക്കണം. അത് ഓർക്കണം. അതേപോലെ തന്നെ നീ ആരാകാനുള്ളവനാണ്. എനിക്ക് നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, അത് നീ ഓർക്കണം. അത് ഓർത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് വ്യത്യസ്തനായി ജീവിക്കുവാൻ കഴിയും. അതാണ് നമ്മളവിടെ കണ്ടത്. ഇതേപോലെ നമ്മൾ ആരാണ് എന്ന് നമ്മൾ അറിയണം. നമ്മൾ ആരാണ്? നമ്മൾ ദൈവമക്കളാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കളെന്ന് പറയുന്ന ഒരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട് എല്ലാവരും പറയുമല്ലോ, ഭാരത മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഭാരതവുമായിട്ട് നമുക്ക് സ്നേഹവും ബന്ധവും എല്ലാം ഉണ്ട്. എങ്കിലും അതുപോലെയല്ല ഇവിടെ ദൈവമക്കൾ എന്ന് പറയുന്നത്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറയുമായിരിക്കും. അങ്ങനെയല്ല. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ദൈവമക്കൾ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക്കായിട്ട് നമുക്ക് ഉള്ള ഒരു പദവിയാണ്. ആ പദവി സ്വന്തം മക്കളായിട്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കളാകുവാൻ എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാരോട്, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ലേ, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷേ അതല്ല ഇത്. മക്കളെ എന്ന് ചിലപ്പം വിളിക്കുമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും നമ്മുടെ ഒരു നേതാവോ മറ്റോ വന്നിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും, പ്രിയ പിതാവും നമ്മോടൊപ്പം ഇന്ന് വന്നിട്ടുണ്ടെന്ന് പറയും. പക്ഷേ പിതാവ് എന്ന് പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ പിതാവേ എന്നൊക്കെ വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നാളെ വീട്ടിൽ ചെന്ന് വീതം ചോദിച്ചാൽ അങ്ങനെ തരത്തൊന്നുമില്ല. കാര്യം അതൊരു ജനറൽ കാറ്റഗറിയിൽ നമ്മളൊരു വിളിക്കുന്ന ഒരു പേരെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല. അവനെ കൈക്കൊണ്ട്, യേശുവിനെ ഉൾക്കൊണ്ട് ഹൃദയത്തിലാക്കി അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുന്നത്, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ മാത്രമാണ് ദൈവമക്കൾ.
അത് നമ്മൾ മറന്നു പോകരുത്. ഞാനിത് പറയാൻ കാര്യം, ഇന്ന് പൊതുവേ പറയുന്നത് എല്ലാവരും ദൈവമക്കളല്ലേ, എല്ലാവരും ദൈവമക്കളല്ലേ. എല്ലാവരും ദൈവമക്കളല്ല, എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ളത് സത്യമാണ്. പക്ഷേ എല്ലാവരും ദൈവമക്കളാണെന്ന് ചിന്തിക്കുന്നത് കൃത്യമായ ഒരു തിരിച്ചറിവല്ല. വേദപുസ്തകം പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് ദൈവത്തിൻ്റെ മകൻ. അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ചത് അവൻ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ. ഒരു ഫിസിക്കൽ ബർത്ത് അല്ല അത്. വീണ്ടും ജനനത്തെക്കുറിച്ചൊക്കെ നമ്മുടെ സഭകളിൽ നന്നായിട്ട് പഠിപ്പിക്കേണ്ടത് അനിവാര്യമായി വന്നിരിക്കുകയാണ്. വീണ്ടും ജനനം, വീണ്ടും ജനിച്ചവൻ മാത്രമാണ് ദൈവമക്കൾ, അല്ലാത്തവരാരും ദൈവമക്കളല്ല. വീണ്ടും ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, വീണ്ടും ജനിച്ചവൻ്റെ വീട്ടിൽ ജനിച്ചവനും ദൈവമക്കളല്ലെന്ന്. അതൊരു ഫാക്റ്റാണ്. ഇന്നിപ്പോൾ ചിന്തിക്കുന്നത് വീണ്ടും ജനിച്ചവൻ്റെ വീട്ടിൽ ജനിച്ചാൽ അവനും ദൈവമകനാണെന്നാണ്. അങ്ങനല്ല. ഓരോരുത്തരും വ്യക്തിപരമായി യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ച് ഹൃദയത്തിലാക്കി യേശുവിന് അവിടെ ജീവിക്കാനുള്ള ആ പ്രത്യേകമായ അനുമതി നൽകി അവനെ കർത്താവാക്കി, അങ്ങനെയാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. അങ്ങനെ വീണ്ടും ജനിച്ച വ്യക്തികൾ മാത്രമാണ് ദൈവമക്കൾ. അപ്പം ഞാനൊരു ദൈവപൈതലാണെന്നുള്ള ഐഡൻറ്റിറ്റി നമുക്കുണ്ടാകുമ്പോൾ തന്നെ ജനറൽ കാറ്റഗറിയിൽ പറയുന്നത് എല്ലാവരും ദൈവമക്കളാണ്, അതുപോരാ. അതുകൊണ്ട് നമ്മൾ വ്യത്യസ്തരാവുകയില്ല. വ്യത്യസ്തരാകണമെങ്കിൽ അബാപിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ അവൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അബാ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഓർക്കണം. അവിടെ പറയുന്നത് അബ എന്ന് വിളിക്കുന്നത് സ്വന്തം മക്കളെ വിളിക്കത്തുള്ളൂ, അല്ലാത്തവരൊക്കെ പിതാവെ എന്ന് വിളിക്കും. അബ, ഡാഡി, പപ്പ എന്നൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾ നമ്മളെ വിളിക്കുന്ന, വീട്ടിൽ നമ്മളെ വിളിക്കുന്ന ആ ഒരു പേരാണ് യഹൂദ കുട്ടികൾ വീട്ടിൽ വിളിച്ചതാണ് അബ. അങ്ങനൊരു ബന്ധമാണ് നമുക്കുണ്ടാകേണ്ടത്. അതുപോലെ ഒരു ബന്ധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വ്യത്യസ്തരാവും. നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഞാൻ ആരാണ്? ഞാനൊരു ദൈവ പൈതലാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പക്ഷേ എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. വീണ്ടും ജനിച്ച് ദൈവത്തിൻ്റെ മകനായി തീർന്ന, മകളായി തീർന്ന ആളുകൾ അവർ മറ്റുള്ളവരെ പോലെ ആയിരിക്കുകയില്ല. അവർ വ്യത്യസ്തരായിരിക്കും എന്നതിന് സംശയമില്ല. അത്തരത്തിലുള്ള ഒരു ആത്മബന്ധം, ഞാൻ ആരാണ് എന്ന് എൻ്റെ ഐഡൻറ്റിറ്റി, അത് എപ്പോഴും അത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും, എൻ്റെ പിള്ളേരെ വിളിച്ചിട്ട് ആരാ നിൻ്റെ അപ്പൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നാരും എൻ്റെ പിള്ളേർ പറയത്തില്ല. അത് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ചാലും അതിനൊരു ആൻസറുണ്ട്. കാര്യം ഊണിലും ഉറക്കത്തിലും നടപ്പിലും കിടപ്പിലും ഇരിപ്പിലും എല്ലാം ഞാൻ അവളുടെ പിതാവാണ്. അതുപോലെയുള്ള ആത്മബന്ധം 24/7 നമുക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത്. ഹാനോക്കിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. യോഗത്തിന് പോയെന്നല്ല, യോഗം കൂടിയെന്നല്ല. 24/7 366 ഡേയ്സ് ഉണ്ടെങ്കിൽ, ലീപ്പ് ഇയറിലും ഒരു ദിവസം പോലും, ഒരു നിമിഷം പോലും, ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലും ദൈവത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആ ഒരു ആത്മബന്ധം നമുക്ക് ദൈവമായിട്ടുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറലി വ്യത്യസ്തരായിരിക്കും എന്നതിന് സംശയമില്ല. പഴയ നിയമത്തിൽ തൊട്ട് പുതിയ നിയമത്തിൽ ഉൾപ്പെടെ എല്ലാം നമ്മൾ കാണുന്നത് കർത്താവിനായി വിളിക്കപ്പെട്ടവർ, കർത്താവ് വിളിച്ചവർ, അവരൊക്കെ വ്യത്യസ്തരായിരുന്നു. നമ്മൾ അവരെ പോലെ ആകരുത്. നമ്മളത് കേട്ടതാണ്. വി ആർ നോട്ട് ലൈക്ക് അതേഴ്സ്. അവരെ പോലെ അല്ല, നമ്മൾ വ്യത്യസ്തരാണ്. ആ വ്യത്യാസം നമുക്ക് വേണം, എപ്പോഴും ആവശ്യമുണ്ട്. ആ വ്യത്യാസം നമ്മളെ നിലനിർത്തണം. ആ വ്യത്യാസത്തിൽ നമ്മൾ നിലനിൽക്കണം. നാം അവരെ പോലെ അല്ല, അവരെ പോലെ ആകരുത് എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. നമ്മൾ ഒരിക്കൽ ലോകക്കാരായിരുന്നു മുമ്പേ, പക്ഷെ ഇപ്പോൾ നമ്മൾ ലോകക്കാരല്ല. കർത്താവ് നമ്മളെ ലോകത്തിൽ നിന്ന് വിളിച്ചു,
വേർതിരിച്ചു, വിശുദ്ധീകരിച്ചു, ലോകത്തിലേക്ക് തന്നെ നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ നമ്മൾ വ്യത്യസ്തരാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട ഉടനെ തന്നെ നമ്മൾ ഒരു ഐസൊലേറ്റഡ് ഏരിയ, ഒരു ഗ്ലോബിലേക്ക് അങ്ങ് കയറി അതിനകത്ത് കഴിയുകയല്ല. നമ്മൾ ഇന്നലെ ജീവിച്ച സ്ഥലത്ത് തന്നെയാണ് ഇന്നും ജീവിക്കുന്നത്, പക്ഷേ നമ്മൾ വ്യത്യസ്തരാണ്. വി നീഡ് ടു ബി ഡിഫറൻറ്റ്. വ്യത്യസ്തരാവുക എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേർപാട് സൂക്ഷിക്കുന്നവരാകണം നമ്മൾ. പഴയ തലമുറയിലെ ചില ആളുകളുടെ ചരിത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ആദ്യം മുതൽ ആദാമും ഹവ്വായും അവരുടെ മക്കൾ ഹാബേലും കയീനും. ആദമിൻ്റെയും ഹവ്വയുടെയും മക്കളാണ് ഇവർ രണ്ടുപേരും. കയീൻ ജ്യേഷ്ഠൻ, ഹാബേൽ അനുജൻ. പക്ഷേ ഹാബേൽ വ്യത്യസ്തനായിരുന്നു. അവൻ കയീനെ പോലെ ആയിരുന്നില്ല. കയീൻ്റെ വഴി പഠിക്കരുതെന്ന് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ജീവിച്ചിരുന്നപ്പോൾ കയീനുമായിട്ട് സഹകരണമില്ലാതെ അല്ല ഹാബേൽ ജീവിച്ചത്. അവനെന്നും അനുജനായിരുന്നു. യാഗം കഴിക്കാൻ ആദ്യം മുൻകൈ എടുത്തത് ആരാ? കയീന. ഹാബേലും അതിനുശേഷം നമ്മൾ വായിച്ചത് യാഗം കഴിക്കുന്നു. ഹാബേലിലും അവൻ്റെ യാഗത്തിനും ദൈവം പ്രസാദിച്ചു, കയീനിലും അവൻ്റെ യാഗത്തിനും പ്രസാദിച്ചില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലും അഹങ്കാരം ഉണ്ടായില്ല ഹാബേലിന്. പിറ്റേ ദിവസം കയീൻ വിളിച്ചു, ഡാ വാ നമുക്ക് വയലിൽ വരെ പോകാം. ചേട്ടൻ വിളിച്ചപ്പോൾ ആ ദൈവം പ്രസാദിച്ച ഹാബേൽ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞ് മാറി നിന്നൊന്നുമില്ല, പോയി. അപ്പോൾ നമ്മൾ വ്യത്യസ്തരാവുന്നത് മാറി നിന്നുകൊണ്ടല്ല, അല്ലെങ്കിൽ അഹങ്കാരം പറഞ്ഞുകൊണ്ടുമല്ല. നിൻ്റെ യാഗത്തിലൊന്നും ദൈവം പ്രസാദിച്ചൊന്നുമില്ല, എൻ്റെ യാഗത്തിലാണ് പ്രസാദിച്ചത് എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കുകയല്ല. പോയി. നമ്മുടെ ഭാഷ പറഞ്ഞാൽ പോയത് അബദ്ധമായിപ്പോയി. അത് നമ്മളെ പറയത്തുള്ളൂ, ദൈവം പറയത്തില്ല, നമ്മൾ പറയും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മരിക്കേണ്ടി വന്നാലും അവൻ ജ്യേഷ്ഠനെ അനുസരിച്ചു എന്നുള്ളത് അവിടുത്തെ കാര്യം. ജ്യേഷ്ഠനെ അനുസരിച്ചു. എന്നാൽ ഹാബേൽ വ്യത്യസ്തനായിരുന്നു. കയീൻ വിശ്വാസത്താൽ അല്ല യാഗം കഴിച്ചത്, ആശ്രയമില്ലായിരുന്നു, അവന് ദൈവത്തിൽ ആശ്രയമില്ലായിരുന്നു. ഹാബേൽ വിശ്വാസത്താൽ കയീൻ്റേതിന് ഉത്തമമായ യാഗം കഴിച്ചു. അവിടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവവിശ്വാസം എന്നുള്ളതല്ല. നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ കയീന് എന്തോ വിശ്വാസമല്ലേ? കയീന് ദൈവം ഉണ്ടെന്ന് വിശ്വാസമുണ്ട്, എല്ലാ കാര്യങ്ങളും. യാഗം കഴിക്കണമെന്ന് പോലും അവനറിയാം. അതൊന്നുമല്ല ഫെയ്ത്ത് എന്ന് പറയുന്നത്. ബിലീഫ് അല്ല ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ആശ്രയമാണ്. സ്വയാശ്രയം ഇല്ലാതാകുന്നിടത്ത് മാത്രമേ ദൈവാശ്രയം ഉണ്ടാകത്തുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. കയീൻ അവന് ചിന്തിച്ചത് അവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാൻ അവൻ യോഗ്യനാണെന്നാണ് ചിന്തിച്ചത്. ഹാബേൽ അങ്ങനെ ചിന്തിച്ചില്ല. ഹാബേൽ പറയുന്നു, ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, നീയാണ് എൻ്റെ ആശ്രയം, എൻ്റേതായിട്ട് എനിക്കൊന്നുമില്ല. അവൻ അഹങ്കരിക്കുന്നില്ല, അവൻ സ്വയനീതി ഉള്ളവനല്ല, സ്വയനീതി കാണിക്കുന്നവനല്ല. സ്വയനീതി കാണിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട്. അവരിൽ ദൈവം പ്രസാദിക്കുവാൻ ദൈവം ബാധ്യസ്ഥനാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കയീൻ അങ്ങനെയായിരുന്നു. നമ്മൾ കയീൻ്റെ വഴിയിൽ നടക്കരുത് എന്ന് പുതിയ നിയമത്തിൽ കൃത്യമായി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അവനെപ്പോലെ ആകരുത് എന്ന് കൃത്യമായിട്ട് പറയുന്നു. കയീൻ പാപം പ്ലാൻ ചെയ്യുന്നവനാണ്. കർത്താവ് തന്നെ പറഞ്ഞു, നീ പിന്തിരിയുന്നില്ലെങ്കിൽ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ദൈവം ചെയ്യുന്ന ഒരു വലിയ കാര്യം, ഈ കയീനോട് പോലും ദൈവം പിന്നെയും പിന്നെ ഇടപെടുക. അതാ ദൈവത്തിൻ്റെ പ്രത്യേകത. തേടി വരുന്ന ദൈവസ്നേഹം എന്ന് പറഞ്ഞതിൻ്റെ ഒരു മെസ്സേജുണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്. ആദമും ഹവ്വയും എല്ലാ ദിവസവും
വെയിലാറുമ്പോൾ അല്ലെങ്കിൽ കൂൾ ഓഫ് ദി ഡേ ദൈവം ഇറങ്ങി വരും. ആദമും ഹവ്വയും ഒരുമിച്ചിരുന്ന് സംസാരിക്കും, വർത്തമാനം പറയും, കൂട്ടായ്മ ആചരിക്കും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമെന്നാണ് എൻ്റെ ചിന്ത. അബ്രഹാമും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെങ്കിൽ ആദമും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കാണും. എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. മേ ബി അങ്ങനെ അത്രയും ആഴമുള്ള ബന്ധം ദൈവത്തിന് ആദമിനോടും ഹവ്വയോടും ഉണ്ടായിരുന്നു. കാര്യം മക്കളാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ജീനിയോളജി പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് ശേത്ത് ആദമിൻ്റെ മകൻ, ആദം ദൈവത്തിൻ്റെ മകൻ. അതിനകത്ത് വലിയ അത്ഭുതമില്ല. കാര്യം അപ്പനും മക്കളും അല്ലേ, ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാൻ എല്ലാം വന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ആദം പാപം ചെയ്ത അന്ന് വൈകുന്നേരവും ദൈവം ഇറങ്ങി വന്നു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. ആദമിന് മടങ്ങി വരാൻ അവസരം ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ചിന്ത. ആദമേ, നീ എവിടെ എന്ന് ചോദിക്കുന്നു. അവൻ വന്ന് പറയുന്നത് എന്താ? തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ട് ഞാൻ ഭയപ്പെട്ടു, ഞാൻ നഗ്നനാകൊണ്ട് ഞാൻ ഒളിച്ചിരുന്നു. നീ നഗ്നനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ? അയ്യോ കർത്താവേ, തിന്നുപോയി, എന്നോട് ക്ഷമിക്കണമേ എന്നാണോ അവൻ പറയുന്നത്? അല്ല, അവൻ പറയുന്നത് അത് എൻ്റെ കുറ്റമല്ല. ബേസിക്കലി ആദാം പറയുന്നത് അത് എൻ്റെ കുറ്റമല്ല. പിന്നെ ആരുടെ കുറ്റമാണ്? നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ എനിക്ക് തന്നു, എൻ്റെ കുഴപ്പമൊന്നുമല്ല. ആരോട് പറഞ്ഞോ ഇങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് തരാൻ? നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു, അത്രയേ ഉള്ളൂ. ഹവ്വയോട് ചോദിച്ചു, നീ പഴം പറിച്ചു, എൻ്റെ കുറ്റമല്ല. പാമ്പ് ഇങ്ങനെയുള്ളതിനെയൊക്കെ എന്തിനാണ് നീ ഇങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടത്? കുറ്റം ദൈവത്തിൻ്റേതായിട്ട് ഇവർ പറയുന്നത്, ദൈവത്തിൻ്റേതായിട്ട്. പക്ഷേ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് അന്ന് ആദമും ഹവ്വയും മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നിരുന്നെങ്കിൽ ദൈവം അവരെ സ്വീകരിക്കുമായിരുന്നു. അത് ചെയ്തില്ല. ആദമും ഹവ്വയും അവർ വ്യത്യസ്തരല്ലായിരുന്നു. എന്നാൽ അവരുടെ മക്കൾ ഹാബേലും കയീനും, അതിൽ ഹാബേൽ വ്യത്യസ്തനായിരുന്നു. അവൻ വിശ്വാസത്താൽ, അതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അവൻ്റെ അപ്പനും അമ്മയ്ക്കും ഇല്ലാത്ത വിശ്വാസം അവനുണ്ടായി. അല്ലെങ്കിൽ ആ രീതിയിൽ ഇവിടെ നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ വിശ്വാസത്താൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ഹാബേലിൻ്റെ കാര്യമാണ്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ ഹാബേൽ. അതിനു മുമ്പ് ആദമും ഹവ്വയും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ചരിത്രം പറയുമ്പോൾ വിശ്വാസത്താൽ എന്ന് പറയുന്നില്ല. കാരണം ആ ആദമും ഹവ്വയും പോലും അടിസ്ഥാനപരമായി ദൈവത്തിൽ ആശ്രയിച്ചില്ല. എന്നാൽ ഹാബേൽ ദൈവത്തിൽ ആശ്രയിച്ചു, വിശ്വാസത്താൽ. വിശ്വാസത്തോടെ ആശ്രയമാണ്. അവൻ ദൈവത്തിൽ ആശ്രയിച്ചു, അവൻ സ്വയനീതി കാണിച്ചില്ല. ആദമും ഹവ്വയും ഒക്കെ പറയുന്നത് സ്വയനീതിയാണ്, എൻ്റെ കുറ്റമല്ല. പക്ഷേ ഹാബേൽ, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവൻ പറഞ്ഞു, തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല. അവൻ ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ മനസ്സിലാക്കി. ദാറ്റ് ഈസ് സംതിങ് ബിഗ്. ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ മനസ്സിലാക്കി, ദൈവവുമായുള്ള ബന്ധം. അവിടെ നമ്മൾ വായിച്ച ഭാഗമാണ്, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. നീതിമാൻ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നീതിമാൻ എന്ന് പറയുന്നത് ഇടയ്ക്കൊന്നുമില്ലാത്തൊരവസ്ഥയാണ് റൈച്ചസ്നെസ് എന്ന് പറയുന്നത്. ദൈവം പറയുകയാണ്, ഹാബേലിനും എനിക്കും മധ്യത്തിൽ ഒരു മറവുമില്ല, ഒന്നുമില്ല, പ്ലെയിനാണ്. അവൻ എന്നോട് ആക്സസ് ഉണ്ട്. കയ്യിന് ദൈവത്തോട് ആക്സസ് ഇല്ലായിരുന്നു. ആക്സസ് ഉണ്ടാക്കാമായിരുന്നു, പക്ഷെ അവനത് വേണമെന്ന് ചിന്തിച്ചില്ല. ഹാബേൽ പറയാണ്, ദൈവമേ
ഐ ട്രസ്റ്റ് ഇൻ യു. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. അപ്പോൾ ഹാബേൽ വ്യത്യസ്തനായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹാബേൽ വ്യത്യസ്തനായിരുന്നു. അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെ ക്ലാസ് എടുത്തതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് വീണ്ടും നമ്മൾ ഹാനോക്കിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്ക് വ്യത്യസ്തനായിരുന്നു. അവൻ്റെ തലമുറയിൽപ്പെട്ട എല്ലാവരിൽ നിന്നും അവൻ വ്യത്യസ്തനായിരുന്നു. നമ്മളും വ്യത്യസ്തരായിരിക്കണം. ഹാനോക്കിൻ്റെ തലമുറയിൽപ്പെട്ട ആളാണ് ലാമക്ക്. അത് നമ്മൾ ഇന്നലെ കണ്ടു. ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു, പോളിഗാമി കണ്ടുപിടിച്ചു. എന്നാൽ ഹാനോക്ക് അങ്ങനെയല്ല. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അവന് കുടുംബമുണ്ടായിരുന്നു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മെഥൂശലഹ് അവൻ്റെ മകനായിരുന്നു. എല്ലാം ഉണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവൻ മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. ഇബ്രാഹിം നമ്മൾ വായിക്കുമ്പോൾ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം, അല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാനില്ല. നമുക്ക് ആവശ്യമുള്ളത് അതാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം. അതിനുശേഷം നമ്മൾ കണ്ടത് നോഹയുടെ കാലയളവാണ്. നോഹയുടെ കാലയളവിലെ ജനങ്ങൾ വളരെ വ്യത്യസ്തരായിരുന്ന ജനങ്ങളായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തോടോ ആലോചന ചോദിച്ചില്ല. അവരുടെ ചരിത്രം വായിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച എവരെയും ഭാര്യമാരായി എടുത്തു. അതായത് വിവാഹം കഴിക്കേണ്ട സമയത്ത് അവർ ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. ദൈവം കൊടുക്കുന്നത് പോരാ അവർക്ക്, അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന, ചൂസ് ചെയ്യുന്ന ഒരവസ്ഥ. അതൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിളല്ല. തിരഞ്ഞെടുപ്പ് എപ്പോഴും നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ആ നോഹയുടെ കാലത്തെ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു നോഹ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് തന്നെയല്ല, നോഹയുടെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് നോഹയുടെ കുടുംബം നോഹയുടെ കൂടെ നിന്നു. നോഹ, അവൻ്റെ ഭാര്യ, അവൻ്റെ 3 പുത്രന്മാർ, അവരുടെ ഭാര്യമാർ, പുത്രന്മാർ മാത്രമല്ല പുത്രന്മാരുടെ ഭാര്യമാർ, ഒരു കുടുംബം. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന കുടുംബങ്ങൾ നമുക്ക് വേണം. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നതായ കുടുംബങ്ങൾ. അതാണ് നമ്മൾ ഈ കാലയളവിൽ വളരെ അത്യാവശ്യമുള്ള അതായത് വ്യക്തികളായിട്ട് നമ്മൾ കർത്താവിനെ അറിയുന്നു. പക്ഷേ വ്യക്തികളായിട്ട് അറിഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് കുടുംബങ്ങൾ വേണം. ഈ കാലയളവിൽ കുടുംബങ്ങൾ, പണ്ട് കാലത്തൊക്കെ വിശ്വാസത്തിൽ ആളുകൾ കുടുംബമായി, ആ കുടുംബത്തിലെ എല്ലാവരും ഒരേപോലെ ആ ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്യുന്നവരായിരുന്നു. നോഹയുടെ കുടുംബത്തിലെ എല്ലാവരും ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, മക്കൾ പോലും. അവർ നോഹ പറയുന്നത് അനുസരിക്കുന്നവരാണ്. കാര്യം അവർക്കറിയാം അവരുടെ അപ്പനോട് സംസാരിച്ചത് ദൈവമാണെന്നുള്ളത് അവർക്ക് അറിയാം. വളരെ ബോധ്യമുള്ള ഈ നോഹയുടെ മക്കളും കൂടിയൊക്കെ ആണല്ലോ പെട്ടകം പണിയുമ്പോൾ അവരും ഉണ്ടല്ലോ. ഒരു ചെറിയ കാര്യത്തിൽ പോലും പിതാവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി അവരൊന്നും ചെയ്തിട്ടില്ല. ഈ കപ്പൽ പണിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഉദാഹരണമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. മോനോട് പറയുകയാണ്, എടാ ഇതിൻ്റെ ഈ വലതുവശത്ത് മുകളിലായിട്ട് ഫിക്സ് ചെയ്യുന്ന പലക കണ്ടിച്ചുകൊണ്ട് വാ. ഞാൻ ഇന്നത്തെ കാലം വെച്ച് പറയുകയാണ്, അത് 40 അടി നീളം, അത് 39.25 അടി നീളം കൊണ്ട് വന്നു കഴിഞ്ഞാൽ പറ്റുമോ? പറ്റത്തില്ല. അവൻ കട്ട് ചെയ്ത വെച്ചിട്ടങ്ങ് കൂടുതൽ കട്ട് ചെയ്ത് പോയെന്ന് വെച്ചു.
അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നോഹ പറയത്തില്ല. നോഹ പറയും നോ, ദൈവം പറഞ്ഞത് 40 അടി. 40 അടിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ദൈവം പറഞ്ഞത് 40 അടി, അതുകൊണ്ട് 40 അടി, പോയി വേറെ പലക കൊണ്ടുപോവാം. ആ പിള്ളേർ വേറെ പലക കൊണ്ടുവന്നിരിക്കും. കാരണം അവർക്കറിയാം ഞങ്ങളുടെ അപ്പനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, ദൈവം പറഞ്ഞതനുസരിച്ച് മാത്രം ചെയ്യുന്നവനാണ് ഞങ്ങളുടെ അപ്പൻ. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്ന എൻ്റെ അപ്പനെ ഞാൻ അനുസരിക്കും. അങ്ങനെ യഹോവ നോഹയോട് കൽപ്പിച്ചതുപോലെ തന്നെ എല്ലാം ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ. അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ പെട്ടകം പണിതത് കൊണ്ട് അത് മുങ്ങിപ്പോവാഞ്ഞ്. നമുക്കറിയാം, ഒരു കപ്പലൊക്കെ പണിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഒരു ഇഞ്ചിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് മുങ്ങിപ്പോവും. അത് ഈ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകാഞ്ഞതിൻ്റെ കാര്യം ദൈവം കൽപ്പിച്ച അതേ അളവിൽ തന്നെ അവനത് പണിതു. അതിന് മക്കളും മരുമക്കളും എല്ലാം കൂട്ടാളികളായിട്ട് നിന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ദൈവം കുടുംബത്തിലെ പിതാവിനോട് സംസാരിക്കുന്നു. ആ പിതാവിനെ, ദൈവത്തെ അനുസരിക്കുന്ന പിതാവിനെ മക്കൾ അനുസരിക്കുന്ന അങ്ങനെയുള്ള കുടുംബങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. ഈ കാലയളവിൽ അതിനുവേണ്ടി നമ്മൾ ഏറ്റവും അധികം പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. വളരെ പ്രാർത്ഥന അത്യാവശ്യമാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത്, കർത്താവ് കൽപ്പിച്ചു, വെള്ളമിറങ്ങി, അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന സംഭവമൊക്കെ നമുക്കറിയാം. അതിനുശേഷം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം നമ്മൾ ഇന്നലെ വായിച്ചതാണ്. അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. യാഗപീഠം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് നമ്മൾ ചെയ്യുന്ന ഉടമ്പടിയുടെ ചിഹ്നമാണ്. അതിനു മുമ്പ് 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ദൈവം നോഹയോട് ഒരു ഉടമ്പടി ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ദൈവം നോഹയോട് ഉടമ്പടി ചെയ്തു. പെട്ടകം പണിയുന്നതിന് മുമ്പ് തന്നെ പെട്ടകം പണിത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെല്ലാം മനസ്സിലാക്കി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നോഹ ദൈവത്തിന് ഒരു യാഗപീഠം പണിതു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉടമ്പടിയാണ് ആത്മീയ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്യുന്നു, അതാണ് ആദ്യം നടക്കുന്നത്. എന്നാൽ അതിൻ്റെ റെസ്പോൺസ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്ന അവസ്ഥ. യാഗപീഠത്തെക്കുറിച്ച് വീണ്ടും നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, എന്താണ് യാഗപീഠം പണിതു എന്ന് പറയുമ്പോൾ, യാഗമർപ്പിക്കാനായിട്ട് ഒരു യാഗപീഠം പണിതു. പിന്നീടുള്ള ചരിത്രത്തിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എല്ലാം യാഗപീഠം പണിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു യാഗപീഠത്തിൽ എന്താ സംഭവിക്കുന്നത്? യാഗമർപ്പിക്കുന്നു. ഒരു ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കുന്നു. ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയുന്നത് എന്താണ്? അതായത് ഞാനൊരു ആട്ടിൻകുട്ടിയെ ഒരു ദൈവത്തിന്, ഏത് ദൈവത്തിനും ആയിക്കോട്ടെ, യാഗമർപ്പിച്ചാൽ നമ്മൾ പറയുന്നതിനെന്തറിയാമോ? ഇന്നലെ വരെ ഈ ആട്ടിൻകുട്ടി എൻ്റെ ആയിരുന്നു, എന്നാൽ ഇന്നു മുതൽ നിൻ്റെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിന് കൊടുക്കുകയാണ്. ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതാണ് യാഗം. ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുന്നതാണ് യാഗം. ഇന്നലെ വരെ എൻ്റെ ആയിരുന്നു ആട്, എന്നാൽ ഇന്നിപ്പോൾ നിൻ്റെയാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് ആടല്ല വേണ്ടത്. ആട് ഒരു പ്രതിനിധിയാണ്. ആരുടെ പ്രതിനിധി? യാഗം കഴിക്കുന്ന എൻ്റെ പ്രതിനിധിയാണ് ആട്. അപ്പോൾ ഞാൻ ദൈവത്തോട് യഥാർത്ഥത്തിൽ പറയുന്നത്, കർത്താവേ, ഇന്നലെ വരെ എൻ്റെ ഉടമസ്ഥൻ ഞാനായിരുന്നു, എന്നാൽ ഇന്ന് എൻ്റെ ഉടമസ്ഥൻ നീയാണ്. എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇനി എനിക്ക് എൻ്റേതായ യാതൊരു കാര്യങ്ങളും ഇല്ല കർത്താവേ.
എൻ്റെ കരം ചലിക്കണമെങ്കിൽ, എൻ്റെ കാല് ചലിക്കണമെങ്കിൽ, എൻ്റെ കണ്ണ് ചലിക്കണമെങ്കിൽ അത് നീ കൽപ്പിക്കണം. അതാണ് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ. പഴയ നിയമത്തിൽ യാഗാർപ്പണമായിരുന്നു. യാഗം അർപ്പിക്കുമ്പോഴാണ് അത്, പിന്നീടുള്ള ചരിത്രത്തിലെല്ലാം നമ്മൾ കാണുന്നതാണ്, യാഗം അർപ്പിക്കുമ്പോൾ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുകയാണ്. പഴയ നിയമത്തിൽ യാഗവസ്തു മരിക്കുകയാണ്, പുതിയ നിയമത്തിൽ നമ്മൾ ജീവനുള്ള യാഗമാണ്. പക്ഷെ നമ്മൾ മരിക്കുകയാണ്. നമ്മുടെ കഴുത്താരും കട്ട് ചെയ്യുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ യാഗം അർപ്പിച്ചവന് പിന്നീട് സ്വന്തം ജീവനില്ല. പിന്നെ അവൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ജീവനാണ്. അവൻ ദൈവത്തെ അനുസരിക്കുകയാണ്, ദൈവം അവനിൽ ജീവിക്കുകയാണ്. ഇതാണ് യേശുവിനെ കർത്താവാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. യേശുവിനെ കർത്താവാക്കുമ്പോൾ ഞാൻ ഒരു യാഗാർപ്പണം നടത്തുകയാണ്. എന്ത്? എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ യേശുവിനെ വിട്ടുകൊടുക്കുകയാണ്. പിന്നീട് യേശുവാണ് എൻ്റെ കൈയും കാലും എല്ലാം നിയന്ത്രിക്കുന്നത്, കണ്ണും എല്ലാം നിയന്ത്രിക്കുന്നത്. കാര്യം അവൻ കർത്താവാണ്. കർത്താവ്. രക്ഷിക്കപ്പെടുവാനുള്ള ഏറ്റവും അടിസ്ഥാനകരമായ കാര്യം തന്നെയാണ് യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അവിടെ പറയുന്നത് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും ഏറ്റുപറയുന്നതോ രക്ഷയ്ക്കായി വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, പക്ഷെ അതുപോരാ. യേശുവിനെ ദൈവം എനിക്ക് പകരമായിട്ട് യാഗം അർപ്പിച്ചു, ഇവിടെ അവൻ ഉയർത്തെഴുന്നേറ്റു, ഈ വക കാര്യങ്ങളെല്ലാം ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. പക്ഷേ അതേപോലെ ഞാൻ ഏറ്റുപറയണം, ഇനി മുതൽ എൻ്റെ ഉടമസ്ഥാവകാശം എനിക്കല്ല, നിനക്കാണ്. ആ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ കർത്തൃത്വം നമ്മൾ പറയുന്നത്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിനെ കർത്താവാക്കുന്നത്. ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യാത്തവൻ യേശുവിനെ കർത്താവാക്കിയിട്ടില്ല. ഏതെങ്കിലും യോഗത്തിന് ഏതെങ്കിലും ഒരു പ്രസംഗകൻ സുവിശേഷം പറയുമ്പോൾ ഏതെങ്കിലും മൂലക്കിരുന്ന് കൈ അര കൈ പൊക്കുന്നതല്ല. കൈ പൊക്കുന്നതിന് ഞാൻ എതിര് പറയുകയല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്തൃത്വം ഏറ്റെടുക്കാത്രത്തോളം കാലം, കർത്തൃത്വം കൊടുക്കാത്രത്തോളം, യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാത്രത്തോളം കാലം നമ്മുടെ രക്ഷ പൂർണ്ണമായിട്ടില്ല. വെറും വിശ്വാസം കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. പ്രത്യുത എൻ്റെ കർത്തൃത്വം ഞാൻ യേശുവിനെ വിട്ടുകൊടുക്കുമ്പോഴാണ്. നോഹ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവമേ, നീ ഞാനുമായിട്ട് ഉടമ്പടി ചെയ്തു, ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും പട്ടുപോയി, എൻ്റെ കുടുംബത്തെ നീ ഓർത്തു, എന്നെ നീ രക്ഷിച്ചു, നീ എന്നോട് ഉടമ്പടി ചെയ്തു, ഇപ്പോൾ ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്യുകയാണ്. എന്താ? ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, എൻ്റെ കർത്തൃത്വം ഞാൻ നിനക്ക് തരുന്നു. ദൈവം നോഹയോട് ഉടമ്പടി ചെയ്തു. ദൈവം നോഹയെ സംരക്ഷിച്ചു, സൂക്ഷിച്ചു. എന്നാൽ നോഹ ദൈവത്തോട് ഉടമ്പടി ചെയ്തപ്പോൾ നോഹയെ തന്നെ ദൈവത്തിന് കൊടുത്തു. നമ്മളോടൊക്കെ ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ദൈവം ഇടപെടുന്നത് ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്തതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ ഉടമ്പടി ചെയ്യണം, നമ്മൾ യാഗമർപ്പിക്കണം. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. അവിടെ നമ്മൾ കണ്ടല്ലോ, ദൈവം അത് അക്സെപ്റ്റ് ചെയ്തു. 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. സൗരഭ്യവാസന മണത്തപ്പോൾ, ആ യാഗത്തിൻ്റെ വാസന മണത്തപ്പോൾ
കർത്താവ് അത് അക്സെപ്റ്റ് ചെയ്തു, അത് സ്വീകരിച്ചു. നമ്മൾ യാഗമർപ്പിക്കുമ്പോൾ അത് ദൈവത്തിനൊരു സൗരഭ്യവാസനയാണ്. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. ശാപം അനുഗ്രഹമായി തീരുന്ന അനുഭവം ഉണ്ടാകും. യഹോവ ശപിച്ച ഭൂമിയിൽ നിന്നാണ് നമ്മൾ നേരത്തെ വായിക്കുന്നത്. ആ ശപിച്ച ഭൂമിയിൽ ഈ നോഹയുടെ ഇടപെടൽ കൊണ്ട് ദൈവം പറയുക, ഇനി ഞാൻ എല്ലാവരെയും ഒരുമിച്ച് നശിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യുകയില്ല. ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. അവൻ അങ്ങനെയാ. അത് കർത്താവ് മനസ്സോടെ പറയുന്നൊരു കാര്യമല്ല. കർത്താവ് ദീർഘമായ ഒരു കരുണ കാണിക്കുന്നെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് ഉടമ്പടിയല്ല. ദൈവം നോഹയോട് ഉടമ്പടി ചെയ്തു. പക്ഷേ ഇപ്പോൾ ഭൂമിയോട് ദൈവം ഉടമ്പടി ചെയ്യുകയല്ല. ഇപ്പോഴത്തെ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ നശിപ്പിക്കത്തില്ലെന്ന് പറയുന്നതേ ഉള്ളൂ, ഉടമ്പടിയല്ല അത്. ഒരു കാര്യം ഞാൻ പറയാം, ഇന്നും ഈ നികൃഷ്ട ഭൂമിയെ ദൈവം നശിപ്പിക്കാത്തത് ദൈവം കാണിക്കുന്ന കരുണയാണ്. പക്ഷേ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ അവങ്കിലേക്ക് തിരിയുമെന്നും നമ്മൾ യാഗമർപ്പിക്കുമെന്നും ഒക്കെ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ആരും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് കൽപ്പിക്കുകയാണ്. എന്താ കർത്താവ് പറയുന്നത്? ഞാൻ നശിപ്പിക്കത്തില്ല, പക്ഷേ മാനസാന്തരപ്പെടണം. കർത്താവ് വീണ്ടും വീണ്ടും അവസരം തരികയാണ്, മാനസാന്തരപ്പെടുവാനുള്ള അവസരം തരികയാണ്, ദൈവത്തോട് ഉടമ്പടി ചെയ്യുവാനുള്ള അവസരം തരികയാണ്. അത് ദൈവത്തിൻ്റെ മഹാകരുണയാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധി വച്ച് ഇന്ന് ലോകം ഇത്ര വഷളായ ഒരു സാഹചര്യത്തിൽ ഒരു നിമിഷം കൊണ്ട് ഇത് കത്തിച്ച് കളയാനുള്ളതേ ഉള്ളൂ. പക്ഷെ അത് ദൈവം ചെയ്യാതെ സൂക്ഷിക്കുന്നത് ഈ തലമുറ മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ്. ചിലർ താമസം നീന്തിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വരവ് താമസിപ്പിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ദൈവം അവൻ്റെ വരവ് താമസിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കർത്താവിൻ്റെ ആഗ്രഹം ആരും നശിച്ചു പോകണമെന്നല്ല, എല്ലാവരും മടങ്ങി വരണമെന്നുള്ളതാണ്. നമ്മളും അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളോട് ഈ സുവിശേഷം അറിയിച്ചുകൊണ്ടേ ഇരിക്കണം. കാര്യം അത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് നമുക്ക് ഭാരമുണ്ടാകണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് ഉള്ള ഭാരം നമ്മുടെ 10,000 മടങ്ങ് ദൈവത്തിനുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ മധ്യപ്രദേശിൽ ദമോഹിലേക്ക് പോകുന്ന സമയം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ദൈവം എന്നോട് സംസാരിച്ചു. ജെയിംസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ജെയിംസിനാണ് ദൈവം ദമോഹ് എന്ന് പറയുന്ന സ്ഥലം വെളിപ്പെടുത്തിയത്. പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞാൻ ജെയിംസിനോട് പറഞ്ഞു, ജെയിംസേ പോകാം നമുക്ക്. അവൻ പറഞ്ഞു, അച്ഛൻ പോവുകയാണെങ്കിൽ ഞാനും വരും. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രശ്നം ഈ സ്ഥലം കർത്താവൊന്ന് വെളിപ്പെടുത്തി തന്നിട്ടില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചു. ദമോഹ് എന്ന് പറയുന്ന സ്ഥലം ദൈവം ജെയിംസിന് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എവിടെയാണെന്നറിയാൻ വയ്യാത്ത ദമോഹ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിറങ്ങി. അപ്പോഴെല്ലാം ഞങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, കർത്താവ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വെളിപ്പാട് തന്ന് ഞങ്ങളിവിടെ കൊണ്ടുവന്നു. കാര്യം ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ഭയങ്കര ബേർഡൻ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ തന്നു. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ പ്രായമുള്ള സഹോദരിമാരുടെ ഒരു ഗ്രൂപ്പിനെ കണ്ടെത്തി. അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയായിരുന്നു, ചില വർഷങ്ങളായി ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ ഈ ദമോഹിലേക്ക് നീ ചില മിഷനറിമാരെ അയക്കണമേ. ഞങ്ങൾ ചിന്തിച്ചത് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന്. അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഞങ്ങളോട് സംസാരിച്ച ദൈവം
അതിനനേക വർഷങ്ങൾക്ക് മുമ്പ് അവിടെയുള്ള സാധാരണക്കാരായ ചില സഹോദരിമാരോട് സംസാരിച്ചു. അവർ വേദനയോടെ ആ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന ആ ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം ഞങ്ങൾക്കുണ്ട്, ആ സഹോദരിമാർക്കുമുണ്ട്. എന്നാൽ ഞങ്ങളെക്കാളും ആ സഹോദരിമാരെക്കാളും കൂടുതൽ ഭാരം ദൈവത്തിനാ. ദൈവത്തിൻ്റെ ആഗ്രഹം ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മനസ്സാന്തരപ്പെടണമെന്നാണ്. ദൈവം ഭൂമിയെ നശിപ്പിച്ചു എന്നൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, എല്ലാവരെയും നശിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു കോപം കൊണ്ടും അല്ല. അത് ദൈവം ഇനി അങ്ങനെ ചെയ്യലെന്നാണ് കർത്താവ് പറയുന്നത്. കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ആഗ്രഹം, ദൈവം പറയുക, അവർ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. നോഹയുടെ കാലയളവിൽ നോഹയെ ദൈവം അതിനുവേണ്ടി എഴുന്നേൽപ്പിച്ചു. നോഹ ദൈവം എഴുന്നേൽപ്പിച്ചതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നോഹ തീരുമാനിച്ചതല്ല. പെട്ടകം പണിയാമെന്നുള്ളത് നോഹയുടെ തീരുമാനമല്ല, ദൈവത്തിൻ്റെ തീരുമാനമാണ്. ആ ദൈവത്തിൻ്റെ തീരുമാനം അറിഞ്ഞ നോഹ പ്രസംഗിച്ചെന്നാണ് പറയുന്നത്. നീതി പ്രസംഗിയായ നോഹ. അവിടെ പ്രസംഗിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി വച്ചിട്ടില്ലെങ്കിലും ഹി വാസ് പ്രീച്ചിങ്, ഹി വാസ് ടെല്ലിങ് പീപ്പിൾ, ജനങ്ങളോട് പറയുകയാണ്. എന്നാൽ ഇതിൻ്റെ ആ സാഹചര്യം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു. ദൈവത്തിൻ്റെ പുത്രന്മാർ വേർപാട് നശിപ്പിച്ചപ്പോൾ ദൈവം നോഹയെ തിരഞ്ഞെടുത്തു. ജനങ്ങൾ തെറ്റിപ്പോകുമ്പോൾ ദൈവം ചിലരെ തനിക്ക് വേണ്ടി വേർതിരിക്കുന്നു. അതെല്ലാ കാലയളവിലും ഉള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ പുത്രന്മാർ വേർപാട് നഷ്ടപ്പെടുത്തി. കാര്യം ദൈവത്തിൻ്റെ പുത്രന്മാരും മനുഷ്യൻ്റെ പുത്രിമാരും തമ്മിൽ ബന്ധപ്പെടുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നില്ല. വേർപാട് നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവം നോഹയെ തിരഞ്ഞെടുത്തു. ഇതേപോലെ മറ്റൊരു സാഹചര്യത്തിലാണ് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത്, ഭൂമിയിലൊക്കെയും ഒരു ഭാഷയും ഒരേ വാക്കും ആയിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. ശിനാർ ദേശത്ത് സമഭൂമി കണ്ടു, അവിടെ കുടിയിരുന്നു ജനങ്ങൾ. അവർ തമ്മിൽ, വരുവിൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. പശ്ചാത്തലം നമുക്കറിയാം. ഇവിടെ നമ്മൾ കാണുന്നത് ഭൂമിയിൽ ഇപ്പോൾ നോഹയുടെ മക്കളാണ് ഇവർ, നോഹയുടെ തലമുറയിൽപ്പെട്ട മക്കളാണ്. പക്ഷേ ഇപ്പോൾ പറ്റുന്ന പ്രശ്നം എന്നറിയാമോ? നോഹയുടെ മക്കളെല്ലാം നോഹയെപ്പോലെ വിശുദ്ധരായിരിക്കണം നിർബന്ധമൊന്നുമില്ല. അവരിൽ പലരും അവിടെ ദൈവത്തോട് മത്സരിക്കുന്നതായ കാര്യമാണ് നമ്മൾ കാണുന്നത്. ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു, എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തെന്ന്. കിഴക്ക് എന്ന് പറയുന്ന ദിക്കാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ വേദപുസ്തകത്തിൽ ചില ഭാഗങ്ങളൊക്കെ വേറെ ചില അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് ഈ കിഴക്ക് എന്ന് പറയുന്നത്. കയീൻ പോയി താമസിക്കുന്ന എവിടെയാണ്? ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കിഴക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ഓടിപ്പോകുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അവിടെ കിഴക്ക് എന്ന് ഉപയോഗിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് പുറത്ത്. ഇവിടെയും നമ്മൾ കാണുന്നത് നോഹയുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ജനങ്ങൾ കിഴക്കോട്ട് യാത്ര ചെയ്തു.
അവർ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, വരുവിൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ കുമ്മായമായും ഉപയോഗിച്ചു. അവർ വലിയൊരു ടെക്നോളജി കണ്ടുപിടിച്ചു, ഇഷ്ടിക. ഈ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കണം നിർബന്ധം ഉണ്ടായിട്ടല്ല, പക്ഷേ പൊതുവേ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടായി കഴിയുമ്പോൾ മനുഷ്യർ അഹങ്കാരികളാകുന്നത് ഒരു സ്വാഭാവികമായൊരു കാര്യമാണ്. അവർ ഇഷ്ടിക കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായവുമായിട്ട് ഉപയോഗിച്ച് നമ്മൾ ഒരു ഗോപുരമുണ്ടാക്കുക, ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരമുണ്ടാക്കുക. കരിങ്കല്ലും പശമണ്ണും മാത്രമായിരുന്നെങ്കിൽ അവരൊരു പക്ഷേ ഗോപുരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കത്തില്ല. ഇഷ്ടിക കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഇവർ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം ഉണ്ടാക്കുക. ടെക്നോളജി വളരുമ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ, അതിപ്പം ഓരോന്ന് വളരുന്നതനുസരിച്ച്, ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരുന്നതനുസരിച്ച് മനുഷ്യൻ അഹങ്കാരികളാവുകയും പലപ്പോഴും സംഭവിക്കുന്നത് ഇനിയിപ്പോൾ ദൈവം വേണ്ടാന്നുള്ള ഒരു ചിന്തയിലേക്ക് പോലും മനുഷ്യൻ പോവുകയാണ്. ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ്. ഞാൻ ഒരിക്കലും ഒരാളോട് ഇങ്ങനെ സുവിശേഷം പറയായിരുന്നു. ഇവിടുത്തുകാരനല്ല, നോർത്ത് ഇന്ത്യക്കാരനാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത്, നീ എന്തിനായി ദൈവത്തിൻ്റെ പുറകെ നടക്കുന്നത്? മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം തന്നിട്ടുള്ളത് സയൻസാണ്. അതുകൊണ്ട് സയൻസാണ് ഏറ്റവും വലുത്, റിലീജിയൻ അല്ല. അപ്പം ഞാൻ പറഞ്ഞ സയൻസ് മനുഷ്യന് അറിവാണ് തരുന്നത്. പക്ഷേ ആ അറിവ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് മനുഷ്യൻ്റെ മൊറാലിറ്റിയാണ്. ഞാൻ ഒരിക്കലും ബഹ്റൈനിൽ വെച്ച ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഇന്ത്യൻ എംബസിയിൽ ഒരു ചെറിയൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടെ എടുത്ത സബ്ജക്റ്റ് തന്നെ, സെക്യുലർ മീറ്റിംഗാണ്, സബ്ജക്റ്റ് തന്നെ ടെക്നോളജി വിതൗട്ട് മൊറാലിറ്റി ഈസ് എ ഡിസാസ്റ്റർ. ടെക്നോളജി വിതൗട്ട് മൊറാലിറ്റി ഈസ് എ ഡിസാസ്റ്റർ. ഇന്നത്തെയും പ്രശ്നം അതാണ്. ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, സയൻസ് എന്ന് പറയുന്ന നോളജാണ്. E=mc². ഇത് ഒരു സയൻറ്റിഫിക് നോളജാണ്. ഇതുകൊണ്ട് നമുക്ക് ആറ്റം വിഭജിക്കാം, ആറ്റമിക് എനർജി ഉണ്ടാക്കാം, വേണമെങ്കിൽ ആറ്റം ബോംബ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആറ്റം റിയാക്ടർ ഉണ്ടാക്കാം. ഈ ടെക്നോളജി കൊണ്ട് ആറ്റം ബോംബ് ഉണ്ടാക്കണോ ആറ്റം റിയാക്ടർ ഉണ്ടാക്കണോ എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യൻ്റെ മൊറാലിറ്റിയാണ്. പക്ഷെ ടെക്നോളജി വളരുമ്പോഴേ നമ്മൾ ആലോചിക്കത്തുള്ളൂ, ഇതുകൊണ്ട് ആറ്റം ബോംബ് ഉണ്ടാക്കിയാലോ. ആറ്റം ബോംബ് ഉണ്ടാക്കാൻ കാര്യം എന്തോ? ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റാണ്. എന്നാൽ ആറ്റം റിയാക്ടർ ഉണ്ടാക്കുകയാണെങ്കിൽ മനുഷ്യന് പ്രയോജനം ഉണ്ടാകും. ആറ്റം ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മനുഷ്യനെ കൊല്ലും. അപ്പം അതുകൊണ്ട് ടെക്നോളജി എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ടെക്നോളജി വളരുമ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയല്ല, ദൈവത്തോട് മറുതലിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഇവർ പറയുന്നത് എന്താണ്? എടാ, നമ്മൾ ഇഷ്ടിക കണ്ടുപിടിച്ചു, ഇനിയിപ്പോൾ നമ്മൾ ഭൂമിയിലിരിക്കേണ്ട കാര്യമൊന്നുമില്ല, സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം നമ്മൾ പണിയുക, ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയുക. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കാം. കയറിയിരുന്നുള്ള ഗുണമില്ല, ദൈവം അവിടെ അല്ലേ ഇരിക്കുന്നത്, അപ്പം നമ്മളും അവിടെ ചെല്ലുമല്ലോ. അപ്പോൾ പിന്നെ ദൈവവും നമ്മളും ഒന്നാകുമല്ലോ, നമ്മൾ ഈക്വലാകും. നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ദൈവത്തിൻ്റെ പേര് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പം ദൈവം മുകളിലിരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ നാമത്തിൽ, ദൈവത്തിൻ്റെ എടാ, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളും ദൈവമാകത്തില്ലേ? വിൽ ബിക്കം ലൈക്ക് ഗാഡ്. സോ പിന്നെ നമുക്ക് ദൈവം വേണ്ട, നമുക്ക് മനുഷ്യൻ മതി. നമുക്ക് ഹ്യൂമനിസം ഇന്ന് ഈ ആധുനിക യുഗത്തിൽ സംഭവിച്ചിരിക്കുന്നതാണ്. മനുഷ്യൻ്റെ പേരിലെല്ലാം ദൈവത്തെ എന്തോന്ന് ദൈവം? എന്തിനാ ദൈവം? മനുഷ്യൻ വളർന്നു, മനുഷ്യന് ടെക്നോളജി ഉണ്ട്, മനുഷ്യന് സയൻസ് ഉണ്ട്, മനുഷ്യന് ഹ്യൂമനിസമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ടെന്താ ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത് 99% നാശത്തിലേക്കാണ്.
ദൈവത്തെ വിട്ടുകളഞ്ഞുള്ള ടെക്നോളജി നാശത്തിലേക്കേ പോകത്തുള്ളൂ. ഇവിടെ ഇവർ പറയുക, എന്താ പറയുന്നേ? ഓക്കെ, നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക, സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം. എന്നാൽ പ്രത്യേകത എന്നാണെന്നറിയാമോ? മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നെന്നു. ഈ ബിബ്ലിക്കൽ റൈറ്റേഴ്സ് ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് എഴുതുന്നത്. ബിബ്ലിക്കൽ റൈറ്റർ എഴുതിയിരിക്കുക, എടാ നീ സ്വർഗത്തോളം എത്തുന്ന ഗോപുരം പണിയുമെന്ന് പറഞ്ഞല്ലേ തുടങ്ങിയത്. അത് കാണണമെങ്കിൽ ദൈവം ഇറങ്ങി വരണം, അല്ലാതെ നീ ഒന്നും ദൈവത്തിൻ്റെ അടുത്ത് വരെ ഒന്നും എത്താനൊന്നും പോകുന്നില്ല. അത് കാണാൻ ദൈവം ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ പറയുകയാണ്, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു, അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നു, അവർക്ക് അസാധ്യമാകയില്ല. ഇത് ദൈവത്തിൻ്റെ ഒരു വിലാപമൊന്നുമല്ല. ദൈവം പറയുന്നതെന്നറിയാമോ? ഞാൻ കൊടുത്ത നോളജ്, ആ ടെക്നോളജി, അതവർ ഉപയോഗിക്കുന്നത് ഒരു നന്മയുടെ വശത്തിലല്ല, തിന്മയുടെ വശത്തിലാണ്. അതവിടെ പറയുന്നത്. അവർ ഇത് ചെയ്തു തുടങ്ങുന്നു, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു, അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകയില്ല. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിപ്പോൾ എന്നോട് ആലോചനയൊന്നും ചോദിക്കുന്നില്ല. അവരുടെ ലോകത്തിൽ ഞാനില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇത് ഒടുവിൽ വലിയ ഡിസാസ്റ്റർ ഉണ്ടാക്കും. അത് മനസ്സിലാക്കിയ ദൈവമാണ് ഭാഷ കലക്കി അവരെ ചിതറിച്ച് കളയുന്നത്. ഒന്നാമത്തെ കാര്യം, നോഹയോട് ദൈവം കൽപ്പിച്ചത് നിങ്ങൾ ഭൂമിയിലൊക്കെയും നിറയുവിൻ എന്നാണ് ദൈവം കൽപ്പിച്ചത്, ഇല്ലേ? ദൈവം നോഹയെ അനുഗ്രഹിക്കുമ്പോൾ തന്നെ 9-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. നിറയുവിൻ എന്ന് പറയുന്നതാണ് കൽപ്പന. പക്ഷേ ഇവർ വന്നിരിക്കുന്നത് എന്താണ്? നമ്മൾ ചിതറാൻ പാടില്ല, നമ്മളിവിടെ കുടിയിരിക്കണം, നമ്മൾ ഒന്നാണ്, ഇനി നമുക്ക് ദൈവം വേണ്ട. നിറയുവാൻ ദൈവം കൽപ്പിച്ചു, ഞങ്ങൾ അനുസരിക്കുകയില്ല, ഞങ്ങൾ നിറയുകയില്ല, ഞങ്ങൾ ചിതറുകയില്ല, ചിതറിപ്പോവുകയില്ല. അപ്പം ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായി നിൽക്കുവാനാണ് അവർ ഈ ഗോപുരം പണിയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, പക്ഷേ ദൈവത്തെ നിഷേധിച്ച് ദൈവം കുറച്ചൊക്കെ ക്ഷമിക്കും. ഗോപുരം പണിത് കുറച്ച് മണ്ട വരെ കയറുന്നതൊക്കെ നോക്കി ഇവന് വല്ല വ്യത്യാസം ഉണ്ടാകുമെന്ന്. ഉണ്ടാകത്തില്ലെന്ന് കണ്ടപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ഈ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റൊക്കെ കുറച്ചൊക്കെ മുന്നോട്ടൊക്കെ പോകുമായിരിക്കും. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകുമ്പോൾ ഒരു ദൈവികമായ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതിന് സംശയം ഒന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവം അവരെ ഭൂതലത്തിലൊക്കെയും ചിഹ്നിച്ചു. ഞാൻ പറഞ്ഞത്, ആദ്യം ദൈവത്തിൻ്റെ പുത്രന്മാർ വേർപാട് നശിപ്പിച്ചപ്പോൾ നോഹയെ ദൈവം തിരഞ്ഞെടുത്തു. എന്നാൽ ശിനാർ ദേശത്തെ മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ചപ്പോൾ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം ഭൂമിയിൽ നടക്കുന്നതൊക്കെ കാണാതിരിക്കുകയല്ല. ചില ആളുകൾ ചോദിക്കുള്ളൂ, ദൈവം ഇതുവല്ലതും കാണുന്നുണ്ടോ? ദൈവം കാണുന്നുണ്ട് മക്കളെ, എല്ലാം കാണുന്നുണ്ട്. അതാത് സമയത്ത് ദൈവം ഇറങ്ങി വരും. എന്നാൽ അതിലുപരിയായി ഏത് ഡിസാസ്റ്ററിൻ്റെ സമയത്തും എന്താ നമ്മൾ കാണുന്നത്? ദൈവം അവനു വേണ്ടി ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ ഒരു സമൂഹത്തെയോ വേർതിരിക്കും. ദൈവത്തിൻ്റെ പുത്രന്മാർ വേർപാട് നശിപ്പിച്ചപ്പോൾ അവൻ നോഹയെ തെരഞ്ഞെടുത്തു. പിന്നീട് ദൈവത്തെ പ്രതിനിധീകരിച്ചത് ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നവരല്ല, അവരെ ദൈവം തള്ളിക്കളഞ്ഞു. പകരം നോഹയാണ്. അതായത് ദൈവത്തെ നിഷേധിച്ചു പോകുന്ന ഒരു ജനതയെ ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് തള്ളിക്കളഞ്ഞിട്ട്
ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നു. പിന്നെ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നത് ആ വ്യക്തിയാണ് അല്ലെങ്കിൽ ആ കുടുംബമാണ്. നോഹയുടെ കാലഘട്ടത്തിൽ അതിന് തൊട്ടു മുമ്പ് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ശേത്തിൻ്റെ വംശപരമ്പര നിലനിന്നിരുന്നു. അവർ ദൈവത്തെ നിഷേധിച്ച് മത്സരികളായപ്പോൾ, വേർപാട് നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവം അവരുമായിട്ടുള്ള റിലേഷൻ കളഞ്ഞു. പകരം നോഹയെ തിരഞ്ഞെടുത്തു. ഇതുപോലെ ശിനാർ ദേശത്ത് നോഹയുടെ സന്തതി പരമ്പരയിൽപ്പെട്ടവർ ദൈവത്തോട് മറുതലിച്ചപ്പോൾ ദൈവം പറയുകയാണ്, ഇനി ഇവരുമായിട്ട് എനിക്ക് കോണ്ടാക്ട്സ് ഇല്ല, ഞാനൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയാണ്. അതാണ് അബ്രഹാം. 11-ാം അധ്യായത്തിൽ നമ്മളിത് കാണുന്നത്. 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാ കാലയളവിലും ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുമ്പോൾ ദൈവം ആ ഒരു സമൂഹത്തെ തൻ്റെ മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞാലും അതിനിടയിൽ നിന്ന് ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുത്താൽ പിന്നീട് അവരുമായി ഉടമ്പടി ചെയ്യും, നോഹയോട് ചെയ്തതുപോലെ. എന്ന് തന്നെയല്ല, പിന്നെ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നത് ആ വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തലമുറയായിരിക്കും. നോഹയെ ദൈവം തിരഞ്ഞെടുത്തു. പക്ഷേ നോഹയുടെ സന്തതി പരമ്പരയിൽപ്പെട്ടവർ തെറ്റിപ്പോയപ്പോൾ ദൈവം അവരെ ഉപേക്ഷിച്ച് അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അതാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പിന്നീട് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തപ്പോൾ മുതൽ ദൈവം മനുഷ്യവർഗത്തോട് ഇടപെടുന്നത് അബ്രഹാമിലൂടെ ആയിരിക്കും.